أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 184-ാമത്തെ വചനമാണ് നിങ്ങളിപ്പോൾ ഇവിടെ ശ്രവിച്ചത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: വിശ്വാസികളെ, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടിരുന്നതുപോലെ നിങ്ങൾക്കും വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കുവാൻ വേണ്ടി. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്ത് നിർത്തിയത് ആത്മീയമായ നിലയ്ക്ക് ദോഷകരമായ അശുദ്ധികൾ എന്തൊക്കെയാണെന്നും അവ പുറത്തു പോകുന്നത് തടയേണ്ടത് എങ്ങനെയുമാണ് എന്ന ചോദ്യത്തിലായിരുന്നു. ആത്മീയമായ നിലയ്ക്ക് ദോഷകരമായ ആഗീത പദാർത്ഥങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ ഭൗതിക ലോകത്ത് മാലിന്യങ്ങൾ പുറത്തു പോകുന്നതാണ് നല്ലതെന്ന് നാം കരുതുന്നു. എന്നാൽ പുറത്തു പോകാതിരിക്കുന്നതാണ് ഉത്തമം എന്ന് പറയാവുന്ന ചില മാലിന്യങ്ങളുണ്ടോ? വിശുദ്ധ ഖുർആനിൽ നിന്നും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചില മാലിന്യങ്ങൾ പുറത്തു പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ്. ഉദാഹരണത്തിന്, ഒരാളുടെ സ്വഭാവത്തിൽ ദേഷ്യം കൂടുതലാണെന്ന് കരുതുക. പ്രകോപനപരമായ ഒരു സാഹചര്യത്തിൽ അയാൾക്ക് കഠിനമായ ദേഷ്യം വരുന്നു. പക്ഷേ ആ ദേഷ്യത്തെ അയാൾ പ്രകടിപ്പിക്കാതെ ഉള്ളിൽ തന്നെ നിയന്ത്രിക്കുന്നു. അത്തരം ആളുകളെക്കുറിച്ച് അള്ളാഹു പറയുന്നത് വൽ ഖാദിമീനൽ ഗൈദ്, അതായത് ദേഷ്യം കടിച്ചു പിടിക്കുന്നവർ എന്നാണ്. ഒരു മുത്തക്കീക്കും ദേഷ്യം വരാം, പക്ഷേ നമസ്കാര സമയത്ത് വുളു മുറിയുന്ന കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് പോലെ അയാൾ ആ ദേഷ്യത്തെ തടയുന്നു. ചില വികാരങ്ങൾ പുറത്തുവിടാൻ അനുവദിച്ചാൽ അവ വർദ്ധിച്ചു കൊണ്ടിരിക്കും. എന്നാൽ അവയെ അടിച്ചമർത്തിയാൽ അവയുടെ ശക്തി കുറയും. ദേഷ്യം ഇത്തരത്തിലുള്ള ഒന്നാണ്. നാം സാധാരണ പറയാറുണ്ട്, നീ നിൻ്റെ ദേഷ്യം തീർത്തല്ലോ, ഇനി അത് വിട്ടേക്ക് എന്ന്. അതായത് ചീത്തവിളിയായോ മർദ്ദനമായോ ദേഷ്യം പുറത്തു വന്നു കഴിഞ്ഞു. എന്നാൽ ആ ദേഷ്യത്തെ അയാൾ അവിടെ തന്നെ തടഞ്ഞു നിർത്തിയിരുന്നെങ്കിൽ അത് അയാൾക്ക് വലിയൊരു പുണ്യമായി മാറുമായിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്, ഒരാളുടെ മനസ്സിൽ ഒരു ചീത്ത ചിന്ത വരികയും അയാൾ അതിനെ തടയുകയും അത് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്താൽ അത് അയാൾക്ക് ഒരു പുണ്യമായി രേഖപ്പെടുത്തുമെന്ന്. ചുരുക്കത്തിൽ, ഹൃദയത്തിൻ്റെ ചില അവസ്ഥകൾ പുറത്ത് പ്രകടിപ്പിച്ചാൽ അത് ആത്മീയ വിശുദ്ധിയെ ബാധിക്കുന്നു. എന്നാൽ അവ ഉള്ളിൽ തന്നെ ഒതുക്കിയാൽ അത് നന്മയായി മാറുന്നു. നമസ്കാരത്തിൽ നിന്നാണ് നാം ഈ പാഠം ഉൾക്കൊള്ളുന്നത്. രണ്ടാമത്തെ കാര്യം, ശരീരത്തിലേക്ക് ഒന്നും പ്രവേശിക്കാതെ നോക്കുക എന്നതാണ്. ഇതിന് ഉദാഹരണമാണ് അസത്യം, പരിഹാസം, ചതി, പരദൂഷണം തുടങ്ങിയവ കേൾക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ കേൾക്കാതിരിക്കുക എന്നത് പുണ്യമാണ്. കാരണം ഇത്തരം കാര്യങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് മനുഷ്യനെ ആത്മീയമായ ഔന്നത്യത്തിൽ നിന്ന് ഇല്ലാതാക്കുന്നു. അതിനാൽ ഉന്നതമായ സ്വഭാവ ഗുണങ്ങൾ കൈവരിക്കാൻ രണ്ട് കാര്യങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ചില മാലിന്യങ്ങളെ പുറത്തു പോകാതെ തടയുക, ചിലതിനെ ഉള്ളിലേക്ക് പ്രവേശിക്കാതെയും തടയുക. നമ്മുടെ ആത്മീയതയെ തകർക്കുകയും അള്ളാഹുവിൻ്റെ സാമീപ്യം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന എല്ലാ അശുദ്ധമായ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന വലിയ പാഠമാണ് നോമ്പ് നമുക്ക് നൽകുന്നത്. ഇനി നോമ്പുകൾ എന്തുകൊണ്ട് റമദാൻ മാസത്തിൽ മാത്രം പരിമിതപ്പെടുത്തി, എന്തുകൊണ്ട് വർഷം മുഴുവൻ അവ പകുത്തു നൽകിയില്ല എന്ന ചോദ്യമാണുള്ളത്. ഇതിനുള്ള ഉത്തരം ഇതാണ്: തുടർച്ചയും ക്രമവുമില്ലെങ്കിൽ ശരിയായ പരിശീലനം ലഭിക്കില്ല. മാസത്തിൽ 1 or 2 നോമ്പ് വീതം നൽകിയിരുന്നുവെങ്കിൽ അതുകൊണ്ട് വലിയ പ്രയോജനമുണ്ടാകുമായിരുന്നില്ല. ചിലപ്പോൾ യാത്ര കാരണമോ തിരക്ക് കാരണമോ ഒരു നേരത്തെ ഭക്ഷണം നാം വൈകി കഴിക്കാറുണ്ട്. എന്നാൽ അതുകൊണ്ട് വിശപ്പും ദാഹവും സഹിക്കാനുള്ള ശീലം നമുക്കുണ്ടാകുമോ? ഗവൺമെൻറ് പോലും സൈനികർക്ക് തുടർച്ചയായ പരിശീലനമാണ് നൽകുന്നത്, അല്ലാതെ മാസത്തിൽ ഒരു ദിവസം വീതമല്ല. ഇടയ്ക്കിടെ ചെയ്യുന്ന പ്രവർത്തികൾ കൊണ്ട് പരിശീലനം ലഭിക്കില്ല. അതിനാൽ അള്ളാഹു ഒരു മാസം മുഴുവൻ നോമ്പ് നിശ്ചയിച്ചു. അങ്ങനെ അള്ളാഹുവിനു വേണ്ടി വിശപ്പും ദാഹവും സഹിക്കാനും രാത്രി ഈ ഇബാദത്തിനായി ഉണരാനും പകൽ സമയം ഖുർആൻ പാരായണത്തിലും ദിക്റിലും മുഴുകാനും വിശ്വാസിക്ക് ശീലമാകുന്നു.
ഇതിലൂടെ അവരുടെ ആത്മീയ ശേഷികൾ വികസിക്കുന്നു. യഥാർത്ഥത്തിൽ റമദാൻ മാസം അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങളും കാരുണ്യവുമായാണ് വരുന്നത്. അള്ളാഹുവിൻ്റെ ദാനധർമ്മങ്ങളുടെ വാതിലുകൾ എപ്പോഴും തുറന്നു കിടക്കുന്നവയാണ്. നമ്മുടെ ഭാഗത്തു നിന്ന് ചോദിക്കാൻ വൈകുന്നു എന്നല്ലാതെ നൽകാൻ അള്ളാഹുവിന് ഒട്ടും മടിയൊന്നുമില്ല. അള്ളാഹു ഒരിക്കലും തൻ്റെ ദാസനെ കൈവിടില്ല. പക്ഷെ ദാസനാണ് പലപ്പോഴും അള്ളാഹുവിനെ വിട്ട് മറ്റുള്ളവരുടെ വാതിലുകൾ തേടി പോകുന്നത്. ബദർ യുദ്ധത്തിന് ശേഷം ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ കാണാതെ പരിഭ്രാന്തയായി അലയുന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. വഴിയിൽ കാണുന്ന എല്ലാ കുട്ടികളെയും അവർ കെട്ടിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിക്കുമായിരുന്നു. ഒടുവിൽ തൻ്റെ കുഞ്ഞിനെ കണ്ടെത്തിയപ്പോൾ അവൾ ആശ്വാസത്തോടെ ഇരുന്നു. ഇത് കണ്ട റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് പറഞ്ഞു, തൻ്റെ കുഞ്ഞിനെ കണ്ടെത്തിയപ്പോൾ ആ ഉമ്മയ്ക്കുണ്ടായ സന്തോഷത്തേക്കാൾ എത്രയോ ഇരട്ടി സന്തോഷമാണ് വഴിതെറ്റിയ ദാസൻ തിരികെ വരുമ്പോൾ അള്ളാഹുവിനുണ്ടാകുന്നത് എന്ന്. അതിനാൽ ആ കരുണാമയനായ അള്ളാഹുവുമായി ബന്ധം സ്ഥാപിക്കുക എന്നത് പ്രയാസകരമായ ഒന്നല്ല. ഓരോ നിമിഷവും റമദാനിൻ്റെ നിമിഷമാക്കാം. ഓരോ നിമിഷവും പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്ന നിമിഷമാക്കാം. വൈകുന്നത് ദാസൻ്റെ ഭാഗത്തു നിന്നാണ്. എങ്കിലും സ്വയം ഉണരാൻ കഴിയാത്തവർക്ക് ഒരു വ്യവസ്ഥാപിതമായ സംവിധാനത്തിന് കീഴിൽ ഉണരാൻ വേണ്ടിയാണ് അള്ളാഹു റമദാൻ നിശ്ചയിച്ചു നൽകിയത്. അത് അവരുടെ അശ്രദ്ധ മൂലം അവർ നശിച്ചു പോകാതിരിക്കാനാണ്. അതുകൊണ്ട് ഓർക്കുക, നോമ്പ് എന്നത് ഒരു കഷ്ടപ്പാടോ ദുരന്തമോ അല്ല. ഇതൊരു വേദനയായിരുന്നുവെങ്കിൽ ഞാൻ എന്തിന് ഈ വേദന സഹിക്കണം എന്ന് മനുഷ്യന് ചോദിക്കാമായിരുന്നു. എന്നാൽ മുമ്പ് വിവരിച്ചതുപോലെ നോമ്പ് എന്നത് ദുഃഖങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കാനും അള്ളാഹുവിൻ്റെ ദർശനം സാധ്യമാക്കാനുമുള്ള മാർഗമാണ്. പുറമെ നോക്കുമ്പോൾ പട്ടിണി കൊടുക്കുന്നതും ഉറക്കമില്ലാത്തതും അസമയത്ത് ഭക്ഷണം കഴിക്കുന്നതുമൊക്കെ പ്രയാസകരമായി തോന്നിയേക്കാം. അതൊരു പക്ഷേ വയറിൻ്റെ സ്വാഭാവിക ക്രമത്തെ ബാധിച്ചേക്കാം. ഒപ്പം ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനും ദരിദ്രരെ സഹായിക്കാനുമുള്ള കൽപ്പനകളുമുണ്ട്. എന്നാൽ ഈ ത്യാഗങ്ങളാണ് ഒരാളെ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവനാക്കി മാറ്റുന്നത്. ഈ ത്യാഗങ്ങളാണ് ഒരു ജനതയുടെ ഉന്നതിക്കും പുരോഗതിക്കും കാരണമാകുന്നത്. ഇതോടെ ഈ ആയത്തിൻ്റെ വിശദീകരണം ഇവിടെ അവസാനിക്കുകയാണ്. ജസാക്കുമുല്ലാഹു വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.